തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി അട്ടിമറിക്കാൻ കോൺഗ്രസിന്റെ നീക്കം. കോൺഗ്രസ് ഭരിക്കുന്ന തണ്ണിത്തോട് പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിലെ പേര് നീക്കാൻ കോൺഗ്രസ് നേതാവിന്റെ വ്യാജ പരാതി. സ്ഥിരതാമസക്കാരായ വോട്ടർമാർ അല്ല എന്നാണ് ഇവിടെ പരാതിയിൽ പറയുന്നത്. 130 വ്യാജ പരാതി നൽകിയെന്നും ആക്ഷേപമുയരുന്നു. തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലാണ് ഏതാണ്ട് 100-ലധികം ആളുകളെ ഒഴിവാക്കാനായി വ്യാജ പരാതി ഉണ്ടായിരിക്കുന്നത്. അതായത് സ്ഥിരതാമസക്കാരല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരം വ്യാജ പരാതികൾ കോൺഗ്രസ് നേതാക്കൾ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വോട്ടർ നമ്മോടൊപ്പം ഉണ്ട്. ഇദ്ദേഹം രാധാകൃഷ്ണനാണ് പേര്. ഇദ്ദേഹത്തിനെ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കാൻ പരാതി ഉണ്ടായിട്ടുണ്ട്. ആ പരാതി അതിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച നോട്ടീസ് ഉൾപ്പെടെയാണ് നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടൻ ഈ പഞ്ചായത്തുകാരനല്ല എന്ന പരാതി പറയുന്നത്. ഞാൻ ഈ പഞ്ചായത്തിൽ വന്നിട്ട് 16 വർഷം കഴിഞ്ഞു. ഇതുവരെ എനിക്ക് വോട്ടിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ഈ നോട്ടീസ് വന്ന് ഒരു ദിവസം ജോലിയും കളഞ്ഞിട്ട് ഞാൻ വേണ്ടി പറയാൻ നിൽക്കുമോ. പഞ്ചായത്തിൽ പോയില്ലേ? പഞ്ചായത്തിൽ പോകാൻ വേണ്ടി ഞാൻ പോയപ്പോൾ വൈഫിനെ കൊണ്ട് ആശുപത്രി പോകണമായിരുന്നു. അതുപോലെ ഞാൻ മെമ്പറെ കൊടുത്തു വിവരം പറഞ്ഞത്. അതായത് ഈ പരാതിയിൽ പറയുന്നത്, ഈ നമുക്ക് പരാതി കാണാം. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിനാണ് ഈ പരാതി ഇദ്ദേഹത്തിനെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. അതിൽ കാരണമായി ചൂണ്ടിക്കാട്ടുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് ഇതിൽ ആക്ഷേപം വന്നിരിക്കുന്നതും ഹാജരാണെന്നുള്ളത്. അതായത് ആക്ഷേപത്തിന് അടിസ്ഥാനപരമായ കാരണങ്ങൾ ചുരുക്കത്തിൽ സ്ഥിരതാമസമില്ല. ഇത്തരം ഒരു പരാതി ഞാൻ ദിവസവും രാവിലെയും വൈകിട്ടും ഇവിടെ ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് കയറി വരുന്നത്. ഓട്ടോയിലായിരുന്നു. ഓട്ടോയും കൊണ്ട് ചാടി കിടന്നവനാണ് ഞാൻ. എല്ലാ ദിവസവും ഞാൻ രാവിലെയും വൈകിട്ടും ഓട്ടോയ്ക്ക് കയറി വരുന്നത്. എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. ഇത്ര ഒരു പരാതി നൽകിയിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്നൊക്കെ പറഞ്ഞ് എന്താ പരാതി പറഞ്ഞത്? അതിൻ്റെ അതൊരു പരാതി കൊടുത്തിരിക്കുന്ന ആളുടെ പേര് ചന്ദ്രൻ VC പുതുവേലി. ആളെ അറിയാമോ? എനിക്ക് കറക്റ്റ് അറിയത്തില്ല. കണ്ടറിയായിരിക്കാം. ചാനലൊക്കെ കിടക്കുന്നതുകൊണ്ട് കണ്ടറിയായിരിക്കാം. ഇങ്ങനൊരാളാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ചന്ദ്രൻ VC എന്നാണ് അദ്ദേഹം. സ്ഥലത്തെ കോൺഗ്രസ് അംഗം കൂടിയാണ്. ചന്ദ്രൻ VC ആണ് നമ്മളൊപ്പം നിൽക്കുന്ന രാധാകൃഷ്ണൻ വോട്ടറല്ല, ഈ സ്ഥലത്തെ വോട്ടറല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നത്. സുജു ടി ബാബുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സുജു, അതായത് BJPയുടെ കള്ളവോട്ടും ഇരട്ട വോട്ടും ഒക്കെ നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസും ജനവിധി അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നത്. എങ്ങനെയാണ് പത്തനംതിട്ടയിൽ, അതായത് വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകളെ പോലും ഒഴിവാക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അത് ഏത് രീതിയിലാണ് അവിടെയുള്ള ആളുകൾ കാണുന്നത്? തീർച്ചയായും ഇത് ഗൗരവമുള്ള കാര്യമാണ്. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് അറിയാം, പലപ്പോഴും പല വാർഡുകളിൽ ഒരാൾ ജയിക്കുന്നതോ 1 വോട്ട് 2 വോട്ടിനൊക്കെയാണ്. അങ്ങനെയാണ് ഈ തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലെ ഏതാണ്ട് 3 വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നമ്മൾ കാണിച്ചത്. കോൺഗ്രസ് നേതാവ് ചന്ദ്രൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകാൻ സാധ്യതയും അതിന് ഹിയറിംഗിന് നോട്ടീസ് കിട്ടിയ രാധാകൃഷ്ണന്റെ പ്രതികരണമാണ് കിട്ടിയത്. അങ്ങനെ 3 വാർഡുകൾ CPMന് ശക്തിയുള്ള 3 വാർഡുകളിലാണ് വ്യാപകമായി പരാതി കൊടുത്തുന്ന ഇപ്പോൾ ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. സ്ഥലത്തെ മുൻ പഞ്ചായത്ത് അംഗം കൂടി VK സുഭാഷ് നമ്മോടൊപ്പം ചേരുകയാണ്. ഒരു വ്യാപകമായി പരാതി ഇങ്ങനെ ഒഴിവാക്കലിന് വേണ്ടിയുള്ള അപേക്ഷ നൽകിയിട്ടുണ്ടല്ലേ? അതെ. UDF നേതൃത്വം നമ്മുടെ ഇടതുപക്ഷത്തിന് നല്ല മുൻതൂക്കമുള്ള 3 വാർഡുകളിൽ വളരെ വ്യാപകമായി ഇവിടെ സ്ഥിരതാമസമുള്ള ആളുകളുടെ വോട്ടുകൾ ഒഴിവാക്കുവാനായിട്ട് അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ഇത് ഞങ്ങൾ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ ഇവിടെ നാട്ടിൽ സ്ഥിരതാമസമുള്ള, ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത നമ്മുടെ ടൗണുകളിലൊക്കെ പോയി ജോലി ചെയ്ത് രാവിലെ പോയി പണി ചെയ്ത് തിരിച്ചു വരുന്ന ആളുകൾ, അതുപോലെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചിട്ട് ഇവിടെ വസ്തുവും വീടും ഒക്കെ സ്ഥിരമായുള്ള ആളുകൾ, ഇത്തരം ആളുകളെ ആകെ തന്നെ വ്യാപകമായി ഒഴിവാക്കിയിരിക്കുകയാണ്. ഇത് UDF കഴിഞ്ഞ 5 വർഷം ഈ പഞ്ചായത്ത് ഭരിച്ചിട്ട് ഇവിടെ യാതൊരുവിധമായ വികസനങ്ങളും ഉണ്ടാകാതെ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ പരാജയം സുനിശ്ചിതമാണെന്ന് കണ്ടുകൊണ്ട് വളരെ കരുതി കൂട്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. പ്രവീണോട് ചേരുന്നുണ്ട്. പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറാണ് CPMന്റെ. പ്രവീൺ, ഇത് കേവലം ഒരു പഞ്ചായത്ത് തലത്തിലെ ആസൂത്രണമായിട്ട് മാത്രം നിങ്ങൾ ചുരുക്കി കാണുന്നത്? പഞ്ചായത്ത് തലത്തിലൊരു ആസൂത്രണമല്ല. ഇത് അടൂർ പ്രകാശിൻ്റെ ക്ലാസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. കാരണം ഇവിടുത്തെ UDF നേതാക്കൾക്കെല്ലാം അടൂർ പ്രകാശുമായി വലിയ ബന്ധമുണ്ട്. ആ അടൂർ പ്രകാശ് കൊടുത്ത ക്ലാസ്സാണ് ഇപ്പോൾ തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിന് യാതൊരു മാറ്റവുമില്ല. ഈ അടൂർ പ്രകാശ് തിരിച്ച് കോന്നിയിലേക്ക് മത്സരിക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ പുറത്തു വരുന്ന ആ ഘട്ടത്തിൽ കോന്നിയിൽ ശക്തി കളിക്കാനുള്ള കോൺഗ്രസിൻ്റെ തന്ത്രമാണോ അത് കോൺഗ്രസിൻ്റെ തന്ത്രമായിരിക്കാം. അതോടൊപ്പം തന്നെ ഇത് വ്യാപകമായി കോന്നി മണ്ഡലത്തിൽ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. അതോടൊപ്പം തന്നെ അടൂർ പ്രകാശ് ഈ കോന്നി മണ്ഡലത്തിലെ തണ്ണിത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വ്യാപകമായി 1500-നും 2000-നും ഇടയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ 2 തവണ KU ജനീഷ് കുമാർ MLA ഈ കഴിഞ്ഞ തവണ 2 തവണ ജയിച്ചപ്പോഴും
തണ്ണിത്തോട് പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ UDF ഉണ്ടായിരുന്ന സ്ഥലത്ത് ചെറിയ ഭൂരിപക്ഷം മാത്രമാണ് ഒരു തവണ ലഭിച്ചത്. ഒരു തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷവും ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ സാഹചര്യത്തിനെ മറികടക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ UDFൻ്റെ ചില നേതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനകത്ത് UDFൻ്റെ മുൻ മണ്ഡലം പ്രസിഡൻ്റ് ഉണ്ട്. അയാളാണ് ഈ പറയുന്ന ഇതിനെല്ലാം ഈ മേഖലയിൽ നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഇത് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട്. എത്ര പേരുടെ പരാതിയാണ് വ്യാജമായി ഇവർ കൊടുത്തിട്ടുള്ളത്? ഏകദേശം 130ഓളം പേരുടെ പരാതി ലഭിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, വ്യാജമായി കൊടുത്തിട്ടുണ്ട്. അത് അവസാന നിമിഷം എന്ന് പറയുന്നില്ലേ? അതായത് 12-ാം തീയതിയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസാന ദിവസം. ആ ദിവസം വൈകിട്ടാണ്, ഇത് അവസാനിക്കുന്ന അന്തിമഘട്ട സമയത്താണ് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ആളുകളുടെ പേര് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് വ്യത്യസ്തമായി പറയാനുള്ളത്, ഈ 3 ദിവസം മുമ്പ് DYFIയുടെ ജാഥ ഉണ്ടായിരുന്നു. ആ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് DYFIയുടെ തണ്ണിത്തോട് മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, ലെജിൻ വർഗീസ് എന്നാണ് പേര്. ആ സഖാവിൻ്റെ ഉൾപ്പെടെ കുടുംബത്തിലെ 6-7 ഓട്ടോളം ഈ പറയുന്ന വ്യാജമായി പരാതി കൊടുത്ത് ഒഴിവാക്കാൻ വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ്. 3 ദിവസം മുമ്പ് ജാഥ നടത്തിയ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ലെജിൻ വർഗീസിൻ്റെ പേര് ഉൾപ്പെടെ, അതായത് ഈ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ എല്ലാം പേര് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് UDFൻ്റെ നേതൃത്വം. ഇതിനകത്ത് വലിയ ഗൂഢാലോചനയുണ്ട്. ഇത് ശക്തമായ തന്നെ നല്ല രീതിയിലുള്ള പരിശോധന നടത്തി മാത്രമേ ഇത് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അത്ര വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ 30-നുള്ളിൽ ഹിയറിങ്ങിന് ഇവർ ഹാജരായില്ലെങ്കിൽ ഒരു പക്ഷേ ഇവർ വോട്ട് തന്നെ നഷ്ടപ്പെടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1 വോട്ട് 2 വോട്ടിനൊക്കെയാണ് പലപ്പോഴും പരാജയങ്ങൾ ഉണ്ടാകുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ ഗുരുതരമായൊരു സംഭവം തന്നെയാണ്. ഇതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. ഈ ഇത്തരത്തിൽ വ്യാജ വോട്ടുകൾ ചേർത്തതുമായി വ്യാജപരമായി പരാതി കൊടുത്തുകൊണ്ട് ശരിയായ വോട്ടർമാരെ ഇല്ലാതാക്കാനുള്ള അല്ലെങ്കിൽ മണ്ഡലത്തിലെ പേര് വെട്ടിക്കാനുള്ള ശ്രമം നടത്തുന്നത്. പതിര. യെസ്, വ്യക്തമാണ് സുജു. അതായത് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കാറായിരിക്കുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. എങ്ങനെയാണെങ്കിലും ഇപ്പോഴിതാ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് CPMന് ഏറെ വളക്കൂറുള്ള 3 വാർഡുകളിലാണ് ഇത്തരത്തിൽ 130ഓളം ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള പരാതികളാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും സ്ഥിര താമസക്കാരാണ് വർഷങ്ങളായിട്ട് അവിടെ ഉള്ളത്, പക്ഷെ അവർ സ്ഥിര താമസക്കാരല്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പുറത്ത് വിടുന്നത്.